ഹായ്, ട്രഡീഷണൽ റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു റൈസ് പാലട പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ റൈസ് പാലട പായസം മിക്സാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 4 ലിറ്റർ പാലിന് മുഴുവൻ പാക്കറ്റ് കണ്ടൻറ്റും യൂസ് ചെയ്യണം. ഞാനിതിന് പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 ലിറ്റർ പാൽ, അതിലേക്ക് 2 ലിറ്ററല്ല 1 ലിറ്റർ പാലും 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് പകുതി മിക്സാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൽ ഓൾറെഡി പഞ്ചസാരയൊക്കെ ആഡഡാണ്. സോ ഇത് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 25 to 30 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ അട വേവിക്കണം എന്നാണ്. പക്ഷെ അങ്ങനെ വെച്ചാൽ അട വേഗത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 30 to 35 മിനിറ്റ്സ് വെച്ചാലാണ് അട നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഇളക്കുകയും ചെയ്യണം, കൈവിടാൻ പാടില്ല. ഇടയ്ക്കൊക്കെ കൈവിട്ടാൻ പാടൊന്നും സംഭവിക്കുകയില്ല. അതിന് ശേഷം ഞാൻ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1 to 2 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിങ്ക് പാലട എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതാകുമ്പോൾ നമ്മുടെ പായസത്തിനൊരു പ്രത്യേക കളറ് കിട്ടും, ടേസ്റ്റും കിട്ടും. അത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. വറ്റി വന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പായസം കിട്ടും. അപ്പോൾ ഈ ഒരു പായസം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും ചെയ്യണം. കാരണം ഇത് ബാച്ചിലേഴ്സ് പായസം എന്ന് വേണേൽ പറയാം. ഓക്കെ, താങ്ക് യു.